ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തിനും നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ ഈ കളികളൊക്കെ കളിക്കുന്നത്. കാര്യമായിട്ടും ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടേണ്ടതും തദടിസ്ഥാനത്തിൽ പൗരത്വം നിഷേധിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെടുന്നതും ഒക്കെ മുസ്ലിമീങ്ങളെയാണ്. മുസ്ലിമീങ്ങൾ അതിലും വലിയ വെള്ളിയാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞവരാണ്. മുസ്ലിം ഭരണകൂടങ്ങൾ ധാരാളം അട്ടിമറിക്കപ്പെടുകയും മുസ്ലിം രാജ്യങ്ങളിലൂടെ ഒന്നായിട്ട് ചേക്കേറിയിട്ട് നശീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ നടത്തി ആകെ നശിപ്പിക്കുകയും ചോരപ്പൊഴുക്കുകയും ചെയ്ത താർത്താരുകളുടെ വിപ്ലവങ്ങളൊക്കെ അതിജയിച്ച് കഴിഞ്ഞിട്ടാണ് ഇന്നും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ശക്തിയെ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ലോകം ഭയപ്പെടുന്നത് എന്ന് ചിന്തിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്തരം വെല്ലുവിളികളെയൊക്കെ അതിജയിച്ചുകൊണ്ട് മുന്നേറിയിട്ട് ഇപ്പോഴും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തെ എവിടെയും പേടി. എല്ലാം തീവ്രവാദികളായതുകൊണ്ടും തീവ്ര വിഭാഗമായതുകൊണ്ടുമല്ല, അവരുടെ നിൽപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരുമയുടെയും അവരുടെ മനോഭാവത്തിൻ്റെയും അവരുടെ രീതിയുടെയും പ്രത്യേകിച്ച് അവരുടെ മനസ്സിൻ്റെ വിശ്വാസദാർഢ്യത്തിൻ്റെയും അള്ളാഹു തആല അവർക്ക് കരിഞ്ഞേക്കുന്ന പ്രത്യേകമായ സഹായത്തിൻ്റെയും ഒക്കെ ഫലമായി മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുന്ന ഈ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം മാത്രമായി ഈ ലോകത്ത് ഒന്നിച്ച് വ്യാപകമായി ഭരിക്കപ്പെടുന്ന ഒരവസ്ഥ വരും. അന്ത്യനാളിന് മുമ്പിൽ നിന്ന് കാത്തിരിക്കുന്ന വിഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മെ ഇല്ലാതാക്കാമെന്ന് ഒരു വ്യവസ്ഥിതിയിലും ആരും വ്യാമോഹിക്കേണ്ടതില്ല. നമ്മെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കാമെന്ന് ഒരു ഫാസിസ്റ്റ് ഭരണകൂടവും സ്വപ്നം കാണേണ്ടതില്ല. അതിനൊക്കെ അതിജയിക്കാനുള്ള കരുത്തും കഴിവും ഈ മുസ്ലിം ഉമ്മത്തിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ ലോകത്തെയും അവൻ്റെ അടിയാറുകളെയും ധിക്കാരികളെയും ഒക്കെ ഒപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ജാഗ്രതയില്ലാതെ വഫലത്തിലായിരിക്കുകയല്ല എന്നും അള്ളാഹു ഖുർആനിൽ പറയുന്ന ആ വാക്യം നമുക്ക് ഏറ്റവും വലിയ ആശ നൽകുന്നുണ്ട്, പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. ഒരു നിരാശയിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്, ഇനി ഒരു മാറ്റല്ലേ എന്നുള്ള നിലയാണ് ഈ ചോദ്യത്തിൽ കാണുന്നത്. അത്തരം ഒരു നിരാശ വേണ്ടതില്ല എന്നാണ് നമ്മൾ കാണുന്നത്.